ഡൽഹിയിൽ അങ്ങനെ കോൺഗ്രസ് വിജയിച്ചു. CJP മുന്നണി, കോൺഗ്രസ് ജനതാ പാർട്ടി രാജ്യത്തുടനീളം അവർ വളരേണ്ടതും അവർ അധികാരത്തിൽ വരേണ്ടതും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. BJPയെ ഈ നാട്ടിൽ നേരിടാൻ ശക്തിയുള്ളവർ ഞങ്ങളാണെന്ന് സ്വയം വെന്റിലേറ്ററിൽ കിടന്ന് അവകാശപ്പെടുന്നു. ഹരിയാനയിൽ കണ്ടതാണ്. ആം ആദ്മി പാർട്ടിയെ പുറത്തു നിർത്തി സ്വന്തം നിലയ്ക്ക് വലിയേട്ടൻ കളിച്ചു ആ സ്റ്റേറ്റ് സംഘപരിവാറിന്റെ കാൽക്കീഴിൽ വെച്ചു. ഭരണവിരുദ്ധ വികാരം അലയടിച്ച സംസ്ഥാനത്ത് പോലും കോൺഗ്രസിന് സ്വന്തം നിലയ്ക്ക് നിവർന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങ് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷിയായിരുന്നു. കോൺഗ്രസ് അവിടെ വട്ടപൂജ്യം. BJPയും ആം ആദ്മിയും തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കുമ്പോൾ വെറും കാഴ്ചക്കാരായി നിന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ AAPക്ക് പിന്തുണ കൊടുക്കേണ്ടവർ BJPക്ക് വേണ്ടി ചരട് വലിച്ചു. AAP തോറ്റാലും BJP അധികാരത്തിൽ വരട്ടെ, ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷിയെ അവരെ രാഷ്ട്രീയമായി ദുർബലരാക്കാൻ കോൺഗ്രസിനുള്ളിലെ സംഘബോധമുള്ള പല നേതാക്കന്മാരും ചരട് വലിച്ചു. എന്ത് സംഭവിച്ചു? ആം ആദ്മിയെ തറ പറ്റിച്ചു. സംഘപരിവാറിൻ്റെ BJPയെ രാജ്യ തലസ്ഥാനത്തും അധികാരത്തിലേറ്റിച്ചു. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ നേടിയെടുക്കാനുണ്ട്. എവിടെയും സംഘപരിവാറുകാരുള്ളിടത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയ ദുഃഖമില്ല, അവരോട് വിയോജിപ്പില്ല. പക്ഷേ BJP അല്ലാത്ത സർക്കാരുകൾ ഏതൊക്കെ സ്റ്റേറ്റിൽ അധികാരത്തിലിരിക്കുന്നോ അവിടെ പാലം വലിക്ക് അവർ മുൻപന്തിയിൽ നിൽക്കും. ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ തൃശ്ശൂരും നമ്മുടെ മുന്നിൽ മാതൃകയാണ്. എന്നിട്ട് ആ സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരെ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് അവർ ചോദിക്കും. ജയിലിൽ അടച്ചു കഴിയുമ്പോൾ ഉടനടി വലതുപക്ഷ മാധ്യമങ്ങൾ ഒപ്പമുണ്ടെന്ന് കരുതിക്കൊണ്ട് അവർ മുതലക്കണ്ണീരൊഴുക്കും. പക്ഷേ ആ മുതലക്കണ്ണീരിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടത് കോൺഗ്രസിൻ്റെ പരാതിയിലായിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ താഴെ ഇറക്കിയതും കോൺഗ്രസിൻ്റെ BJP പിന്തുണയിലാണ്. ആം ആദ്മിയുടെ വോട്ട് വലിച്ചു മാറ്റിയതിനു ശേഷം കോൺഗ്രസ് ഒരു സംസ്ഥാനം കൂടി സംഘപരിവാറിൻ്റെ കാൽക്കീഴിൽ വയ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ നാടിന് ഭാരമായി മാറുന്നു എന്ന് പറയുകയാണ്. സ്വന്തം നിലയ്ക്ക് എണീറ്റ് നിൽക്കാനോ ശേഷിയില്ല. എന്നാൽ ആ കഴിവുകേട് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവരോടൊപ്പം നിന്നുകൊണ്ട് സംഘപരിവാറിനെ ചെറുക്കണമെന്ന ആഗ്രഹവും അവർക്കില്ല. അവർ അസ്ഥിപഞ്ജരമായ അവർ ഇപ്പോഴും കരുതുന്നുണ്ട് ഞങ്ങളാണ് ഈ നാട്ടിലെ ശക്തരെന്ന്. രാജ്യത്താകമാനമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ നാട്ടിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള രാഷ്ട്രീയ കക്ഷികൾ അവരോളം മാത്രമേ ഇന്ന് കോൺഗ്രസ് ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് ഒരു സംസ്ഥാനങ്ങളെ ഉള്ളൂ എങ്കിൽ കോൺഗ്രസിന് വിരലിലെണ്ണാവുന്ന 2ഓ 3ഓ. ഇത് വച്ചിട്ടാണ് ഈ നാട്ടിൽ ഞങ്ങളാണ് പ്രബലരെന്ന് വാദിക്കുന്നത്. പോരാത്തതിന് കോൺഗ്രസിന് സ്വാധീനമുള്ള ഇതര രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP അവരെ പിന്തുണച്ചുകൊണ്ട് മുഖ്യ ശത്രുവിനെ തറപറ്റിക്കുന്നു. പിന്നീട് കോൺഗ്രസിനെ ഒന്നടങ്കം വിഴുങ്ങുന്നതോടുകൂടി BJP ഈ നാട്ടിൽ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളെയെല്ലാം വിഴുങ്ങുന്നൊരവസ്ഥയാണ്. കേരളത്തിലും വരും കാലങ്ങളിൽ സംഭവിക്കാൻ BJPയുടെ പ്ലാൻ അത് തന്നെയാണ്. ഇടതുപക്ഷത്തെ തറപറ്റിക്കാൻ അവർ കോൺഗ്രസിനെ മുന്നിൽ നിർത്തും. പതിയെ പതിയെ കോൺഗ്രസിനെ വിഴുങ്ങി ആ കോൺഗ്രസ് തന്നെ BJP ആയി മാറുന്ന സാഹചര്യം അതാണ് ഡൽഹിയിലും കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കോ ശേഷിയില്ല, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ശേഷിയില്ലാത്തിടത്ത് BJP അധികാരത്തിൽ വരാതിരിക്കാനല്ല ശ്രമിക്കുന്നത്, BJPയെ അധികാരത്തിൽ കൊണ്ടുവരാൻ. അതിനുവേണ്ടി അവർ റിബൽ കളിച്ചു, AAPയെ നശിപ്പിച്ചു. ഇത് കണ്ടിട്ടെങ്കിലും കേരളത്തിൽ സംഘപരിവാറിനെ ചെറുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് വ്യാമോഹിച്ചുകൊണ്ട് നടക്കുന്നവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ള CJP കൂട്ടുകെട്ടിൻ്റെ വമ്പൻ ചതി അനുഭവിക്കുക മാത്രമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.